discuss about various courses offered by the University of Hyderabad and the domains which we should choose to apply for this university. As we are aware, we know that the University of Hyderabad offers several integrated programs in science as well as in arts. പക്ഷേ ചില ക്രൈറ്റീരിയയും യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് വെക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റുഡൻസിന് മിനിമം 60% +2 മാർക്സ് വേണമെന്ന് പറയുന്നുണ്ട് ഫോർ ഓൾ കോഴ്സസ്. ആൻഡ് ഫോർ സർട്ടൻ സയൻസ് കോഴ്സസ് നമ്മൾ സയൻസ് +2 സബ്ജക്ട്സ് ആയിട്ട് ചൂസ് ചെയ്തവരായിരിക്കണം. ഈ 2 ക്രൈറ്റീരിയ ആണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് വെക്കുന്നത്. ഇതിൽ ഫോർ മാത്തമാറ്റിക്കൽ സയൻസസ് വി ഹാവ് ടു ചൂസ് മാത്സ് ആസ് എ മെയിൻ ഡൊമൈൻ സബ്ജക്ട്. അലോങ് വിത്ത് ദാറ്റ് വി ഹാവ് ടു ചൂസ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇംഗ്ലീഷ് ലാംഗ്വേജും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കണം. നമ്മുടെ സ്കോർ ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെയിറ്റേജ് കൂടുതൽ വരുന്നത് ചിലപ്പോൾ മാത്സിനും ഫിസിക്സിനും ആയിരിക്കും. പക്ഷേ യു ഹാവ് ടു ചൂസ് ഓൾ ദീസ് ഡൊമൈൻസ് ഫോർ യുവർ എക്സാമിനേഷൻ. And for 5-year integrated MSc Physics program, similar to mathematical sciences, you have to choose maths, physics, chemistry and English as your domain subjects. ഇവിടെ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആണ്. യു ഹാവ് ടു ബി എ സയൻസ് സബ്ജക്ട് ബേസ്ഡ് സ്റ്റുഡന്റ്. അലോങ് വിത്ത് ദാറ്റ് യു ഹാവ് ടു സ്കോർ അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഫോർ യുവർ +2 examination. And for your MSc Chemistry program, you have to choose chemistry and physics as your domain subjects. Along with that, you have to choose English as your language. The above mentioned criteria of being a science-based subject student and scoring about 60% marks for your +2 is applicable for this course also. And for 5-year integrated MSc Biology, you have to choose biology as your main domain. Along with that, you have to choose physics, chemistry and mathematics as your other domain subjects. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ ആപ്ലിക്കബിൾ ആണ്. 60% minimum marks and science subjects for +2. For 5-year integrated MSc Psychology, 2 topics ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് ഡൊമൈൻ സബ്ജക്ട്സ് അല്ല. യു ഹാവ് ടു ചൂസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് വെൽ ആസ് യു ഹാവ് ടു ചൂസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. But you have to be a student of science. And for 5-year integrated MSc Applied Geology, നമ്മൾ 4 ഡൊമൈൻസ് ചൂസ് ചെയ്യണം. അതിൽ ഒന്ന് ഫിസിക്സ് ആണ്, രണ്ടാമത്തെ കെമിസ്ട്രി, the third one is mathematics and the fourth one is biology. Along with that, you have to choose English language as your optional subject. And coming to 5-year integrated MA programs, 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MA പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇതിൽ തന്നെ എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ആന്ത്രോപോളജി, ലാംഗ്വേജ് സയൻസസ്, ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. ഇത് കൂടാതെ 3 ലാംഗ്വേജസും ഇന്റഗ്രേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഹിന്ദിയാണ്, രണ്ടാമത്തെ ഉറുദു ആണ്, മൂന്നാമത്തെ തെലുങ്കാണ്. ഈ ഹിന്ദി, ഉറുദു, തെലുങ്കിന് വേണ്ടി നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ലാംഗ്വേജ് പഠിക്കണം, ഹിന്ദി, ഉറുദു ആൻഡ് തെലുങ്ക്. പക്ഷെ കമ്മിങ് ടു ദിസ് പർട്ടിക്കുലർ കോഴ്സസ്, യു ഹാവ് ടു ചൂസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആസ് വൺ ഓഫ് യു പേപ്പർ ആൻഡ് യു ഹാവ് ടു ചൂസ് ഇംഗ്ലീഷ് ആസ് യുവർ സെക്കൻഡ് പേപ്പർ. ഇവിടെ നമുക്ക് പറയുന്ന ക്രൈറ്റീരിയ സിമിലർ ആയിട്ടുള്ള ഒന്ന്, മിനിമം 60% മാർക്സ് നിങ്ങൾക്ക് +2 വേണം. പക്ഷെ യു ക്യാൻ ചൂസ് എനി സ്ട്രീം ആസ് യുവർ +2 സ്ട്രീം. അതായത് നിങ്ങൾക്ക് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏത് സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിലും കുഴപ്പമില്ല. യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് മെനി കോഴ്സസ് ഇൻക്ലൂഡിംഗ് എക്കണോമിക്സ്, ഹിസ്റ്ററി എക്സെട്ര. കമ്മിങ് ടു 6-year ഇന്റഗ്രേറ്റഡ് ഒപ്റ്റോമെട്രി കോഴ്സ്. ഒപ്റ്റോമെട്രിയുടെ 6-year ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി. അലോങ് വിത്ത് ദാറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ അവർ പറയുന്ന സിമിലർ ക്രൈറ്റീരിയ ആണ്. യു ഹാവ് ടു ഹാവ് മിനിമം 60% മാർക്സ് അറ്റ് യുവർ +2 എക്സാമിനേഷൻ. അലോങ് വിത്ത് ദാറ്റ് you have to be a science student. And finally, coming to 4-year BSc Honours അല്ലെങ്കിൽ BSc Research Based Degree Program. അത് കെമിസ്ട്രി മാത്രമാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് ഓഫർ ചെയ്യുന്നത്. കെമിസ്ട്രി നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു write 2 domain subjects, chemistry and physics. Along with that, you have to apply for English language also. ഇവിടെ നിങ്ങൾക്ക് മിനിമം 60% മാർക്സ് വേണം. Along with that, you have to be a science-based student also. So, നിങ്ങൾക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലീവ് എ കമന്റ്. And thank you for watching this video.